പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 94ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രക്കടലാസുകൾ പ്രചാരത്തിൽ വരുന്നതിന് മുമ്പുള്ള കാലത്ത് പല വ്യഞ്ജനങ്ങളും മത്സ്യവും മാംസവും ഉപ്പും മധുരവും പൊതിഞ്ഞു നൽകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഇലയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി കാണുന്ന പൊടുവണ്ണി അഥവാ വട്ട എന്ന സസ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. മഖരംഗ പെൽറ്റാറ്റ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന പൊടുവണ്ണി കേരളത്തിലെ വനങ്ങളിലും ഗ്രാമപ്രദേശത്തെ തൊടികളിലും വ്യാപകമായി കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ്. 12 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ വൃക്ഷം ആവണക്ക് അഥവാ കാസ്റ്റർ ഉൾപ്പെടുന്ന യൂഫോർബിയേസിയേ സസ്യകുടുംബത്തിലെ അംഗമാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലും ധാരാളമായി വളരുന്ന ഈ സസ്യത്തിൻ്റെ പ്രാദേശിക നാമങ്ങളാണ് പൊടുണ്ണി, പൊടിണി, പൊടിയൈനി, വട്ടക്കണ്ണി, തൊടുകണ്ണി, ഉപ്പില, വട്ടക്കുറുക്കുട്ടി എന്നിവ. പണ്ട് കാലങ്ങളിൽ ഉപ്പ് പൊതിയാൻ ഉപയോഗിച്ചിരുന്നതിനാലാണ് ഉപ്പില എന്ന പേര് വന്നത്. സംസ്കൃതത്തിൽ ചണ്ടാല എന്നറിയപ്പെടുന്ന ഈ സസ്യത്തെ ഹിന്ദിയിൽ ചണ്ടകാൽ, തമിഴിൽ വട്ടക്കണ്ണി, മറാത്തിയിൽ ചണ്ഡ, തെലുങ്കുവിൽ ബുദ്ധി, ഒഡിയയിൽ പിയാനിയ, കൊങ്കിണിയിൽ കൊണ്ടത്താമര എന്നിങ്ങനെ വിളിക്കുന്നു. റസീൻ അഥവാ പാൽപ്പശിയുള്ള വൃക്ഷങ്ങളിൽ പെട്ടതാണ് വട്ട. ഇന്ത്യൻ സ്വദേശിയായ ഈ സസ്യം ശ്രീലങ്ക, സിക്കിം മുതൽ പശ്ചിമ ഇൻഡോ ചൈന വരെയുള്ള പ്രദേശങ്ങൾ, ആൻഡമാൻ ദ്വീപുകൾ, മ്യാൻമർ, വടക്കൻ തായ്ലാൻഡ് എന്നിവിടങ്ങളിലും കാണുന്നു. ശ്രീലങ്കയിൽ കണ്ട എന്നും ഇന്ത്യയിൽ ചണ്ടട എന്നും വിളിക്കപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ മറ്റു പേരുകളാണ് പാരച്യൂട്ട് പ്ലാന്റ്, ഹേർട്ട് ലീഫ്, ഇന്ത്യൻ ലോട്ടസ് ക്രോട്ടൺ, ഷീൽഡ് ലീഫ് ട്രീ എന്നിവ. ഇലയുടെ ആകൃതി കൊണ്ട് എളുപ്പം തിരിച്ചറിയാവുന്ന ഈ സസ്യം മലമുകളിലും 800 മീറ്ററോളം ഉയരത്തിലുള്ള ചരിഞ്ഞ പ്രദേശങ്ങളിലും വളരുന്നു. ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ഈ സസ്യത്തിൻ്റെ ചെറിയ ഇലകൾക്ക് തണ്ടിലും ഇലകളിലും വെൽവെറ്റ് പോലെ മൃദുവായ രോമങ്ങൾ കാണാം. 20 മുതൽ 50 സെന്റിമീറ്റർ വരെ വലിപ്പമെത്താവുന്ന ഇലകൾ ഒന്നിടവിട്ട് വിന്യസിച്ചിരിക്കുന്നു. മറ്റ് ഇലകളിൽ നിന്നും വട്ടയിലയുടെ പ്രത്യേകത ഇതിൻ്റെ ഇലഞ്ഞെട്ട് ഇലയുടെ അടിവശത്താണ്, ബേസിലല്ല ഉറപ്പിച്ചിട്ടുള്ളത്. മഞ്ഞ കലർന്ന പച്ച നിറമുള്ള പൂക്കൾ നീളമുള്ളതും ധാരാളം ശാഖകളോട് കൂടിയതുമായ പൂങ്കുലകളിൽ കാണപ്പെടുന്നു. ഇന്ത്യയിൽ പശ്ചിമഘട്ട വനങ്ങളിൽ ഈ സസ്യം ധാരാളമായി കണ്ടുവരുന്നു. ഫലങ്ങൾ ഉരുണ്ട ക്യാപ്സ്യൂൾ പോലെയാണ്. ഈ ക്യാപ്സ്യൂളുകൾക്കുള്ളിൽ കറുത്ത നിറത്തിൽ ഉരുണ്ട വിത്തുകൾ ഉണ്ടായിരിക്കും. വിത്തുകൾക്ക് 4 മുതൽ 5 മില്ലിമീറ്റർ വരെ വലിപ്പമുണ്ടായിരിക്കും. ധാരാളം ഉപയോഗങ്ങളുള്ള ഒരു സസ്യമാണ് വട്ട. സസ്യത്തിൽ 200ഓളം രാസഘടകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫ്ലാവനോയിഡ്സ്, സ്റ്റിൽബൻസ്, ആൽക്കലോയിഡ്സ്, ടെർപ്പനോയിഡ്സ്, ക്യൂമറൈൻ, ടാനിൻസ് എന്നിവ അവയിൽ ചിലതാണ്. ഇവയിൽ ചില ഘടകങ്ങൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ട്യൂമർ, ആൻറ്റി ഓക്സിഡന്റ്, ആൻറ്റി പ്ലാസ്മോഡിയൽ, ആൻറ്റി മൈക്രോബിയൽ എന്നീ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നു. ചിലയിടങ്ങളിൽ ശർക്കരയും മധുരപലഹാരങ്ങളും പൊതിയാൻ ഇന്നും ഈ സസ്യത്തിൻ്റെ
ഇലകൾ ഉപയോഗിക്കുന്നു. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ മത്സ്യം വിൽക്കുന്നവർ മത്സ്യം പൊതിഞ്ഞു കൊടുക്കാൻ ഈ ഇലകളാണ് ഇന്നും ഉപയോഗിക്കുന്നത്. വടക്കൻ കേരളത്തിൽ പൂരോത്സവങ്ങൾക്ക് അടയുണ്ടാക്കുന്നതിന് വട്ടയുടെ ഇലയാണ് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ വാഴയില ഉപയോഗിക്കുന്നതിന് സമാനമായി ആന്ധ്രയിലും കർണാടകയിലും മറ്റും ഗ്രാമപ്രദേശങ്ങളിൽ ഉണങ്ങിയ വട്ടയില ഭക്ഷണം വിളമ്പാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ചെറിയ മുറിവുകൾ ഉണക്കാൻ ഈ സസ്യത്തിൻ്റെ കറ പുരട്ടുന്നു. നാടോടി വൈദ്യത്തിൽ പനി, ചുമ, മുറിവുകൾ, അൾസർ എന്നിവയ്ക്ക് മരുന്നായി സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. ഇന്ന് വട്ടമരത്തിൻ്റെ തടി കൊണ്ടുള്ള പ്രധാന ഉപയോഗം കടലാസ് പെൻസിൽ അഥവാ വുഡൻ പെൻസിൽ ഉണ്ടാക്കുന്നതിനാണ്. കൂടാതെ പ്ലൈവുഡ് വ്യവസായത്തിലും സസ്യത്തിൻ്റെ തടി ഉപയോഗിക്കുന്നു. തണൽ ലഭിക്കുന്നതിലൂടെയും വന പുനരുജ്ജീവനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതിനാലും പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു വൃക്ഷം കൂടിയാണ് വട്ട. വീടിൻ്റെ പറമ്പുകളിൽ എവിടെയെങ്കിലും ഒരു പൊടുവണ്ണി അഥവാ വട്ടമരം വളരുന്നുണ്ടെങ്കിൽ വളരട്ടെ, വളരാൻ അനുവദിക്കും. അപ്രകാരം നമുക്ക് പരിസ്ഥിതി പരിപാലനത്തിൻ്റെ ഭാഗമായി മാറാം. വീഡിയോ ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.